എന്തുകൊണ്ട് നടയ്ക്കു നേരെ നിന്ന് തൊഴരുത്? ക്ഷേത്രത്തിൽ തൊഴാനെത്തുന്ന ഭക്തർ ശ്രീകോവിലിന് നേരെ നടയിൽ നിന്ന് തൊഴുതാൽ അറിവുള്ളവർ ശാസിക്കാറുണ്ട്. മിക്ക അമ്പലങ്ങളിലും ഇതൊഴിവാക്കാനായി വേലി കെട്ടിയിരിക്കുകയാണ് പതിവ്. നടയ്ക്കു നേരെ നിൽക്കാതെ ഇടത്തോ വലത്തോ നീങ്ങി ഏതാണ്ട് 30 ഡിഗ്രി ചെരിഞ്ഞു നിന്ന് വേണം തൊഴാൻ. ബിംബത്തിൽ കുടികൊള്ളുന്ന കാന്തിക രശ്മി അഥവാ ദൈവചൈതന്യം ഭക്തനിലേക്ക് സർപ്പാകൃതിയിലാണ് എത്തിച്ചേരുന്നത്. ഈ സമയം കൈകാലുകൾ ചേർത്ത് ഇരു കൈകളും താമരമുട്ട് പോലെ പിടിച്ച് കണ്ണടച്ച് ധ്യാനിക്കണമെന്നാണ് വിധി. അങ്ങനെ ചെയ്യുമ്പോൾ പരസ്പരം സ്പർശിക്കുന്ന വിരലുകൾ വഴി തലച്ചോറിലെ പ്രാണോർജം അതിശക്തിയായി ശരീരമാസകലം വ്യാപിക്കും. ഇത്തരത്തിൽ പ്രാണോർജം വ്യാപിക്കുന്ന വഴി ആചാര്യന്മാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹൃതിശക്തി ചെരുവിരൽ വഴിയും, ജലശക്തി മൂതിരവിരൽ വഴിയും, അഗ്നിശക്തി നടുവിരൽ വഴിയും, വായുശക്തി ചൂണ്ടുവിരൽ വഴിയും, ആകാശശക്തി പെരുവിരൽ വഴിയും സൃഷ്ടിക്കപ്പെടുന്നു. ഹൃതിശക്തി ശരീരബലം നൽകുമ്പോൾ ജലശക്തിയാകട്ടെ പ്രാണവികാരബലമാണ് നൽകുന്നത്. അഗ്നിശക്തി മനോബുദ്ധിബലം നൽകുമ്പോൾ വായുശക്തിയാകട്ടെ ബോധബലം നൽകുന്നു. ആത്മബലം നൽകാൻ ആകാശശക്തി ഉപകരിക്കുന്നു.